ഗോശ്രീ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കടമക്കുടി ചാത്തനാട് പാലമടക്കം 3 പദ്ധതികൾ അന്തിമഘട്ടത്തിലെന്ന് ഗോശ്രീ വികസന അതോറിറ്റി. പദ്ധതികൾ മാർച്ച് 31-നുള്ളിൽ പൂർത്തിയാക്കും. പുതുതായി 6 പദ്ധതികൾ കൂടി നടപ്പിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്നും ജില്ലാ സെക്രട്ടറി രഘുരാമൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കടമക്കുടി ചാത്തനാട് പാലം, പിഴല 350 കണക്ടിവിറ്റി റോഡ്, മുളവുകാട് പഞ്ചായത്തിലെ 5.5 കിലോമീറ്റർ വരുന്ന റോഡ് എന്നീ 3 പദ്ധതികളാണ് അന്തിമഘട്ടത്തിലുള്ളത്. മാർച്ച് 31-നകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ഗോശ്രീ വികസന അതോറിറ്റി ലക്ഷ്യമിടുന്നത്. കടമക്കുടി ചാത്തനാട് പാലത്തിന്റെ 90% പണികളും പൂർത്തിയായി. ഇനിയുള്ളത് അപ്രോച്ച് റോഡിൽ ടൈൽ വിരിക്കുന്ന ജോലികളും കാന നിർമ്മാണവും മാത്രമാണ്. ഏപ്രിൽ 15-നുള്ളിൽ നമ്മളത് പൂർത്തീകരിക്കും. ചാത്തനാട് ഭാഗത്ത് മാർച്ച് 31-നകവും കടമക്കുടി ഭാഗത്ത് ഏപ്രിൽ 15-നകവും നമ്മൾ പ്രവൃത്തി പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. പിഴല 350 കണക്ടിവിറ്റി റോഡിന്റെ പദ്ധതിയും പുരോഗമിക്കുന്നുണ്ട്. പാലത്തിന്റെ ഇരുവശങ്ങളിലും കാനകളും നിർമ്മിച്ചിട്ടുണ്ട്. മുളവുകാട് പഞ്ചായത്തിലെ 5.5 കിലോമീറ്റർ വരുന്ന റോഡിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. ഇപ്പോ നമ്മൾ നടത്തുന്ന പദ്ധതി പിഴല 350 മീറ്റർ കണക്ടിവിറ്റി റോഡുണ്ട്. കണ്ടെയ്നർ റോഡിൽ നിന്ന് പിഴല എന്ന ദ്വീപിലേക്ക് കണക്ടിവിറ്റി നൽകാനായിട്ട് ജിഡ മൂലമ്പള്ളി പിഴല പാലം 2020-ൽ പൂർത്തീകരിച്ചിരുന്നു. അതും ഒരു പ്രധാനപ്പെട്ട കണക്ടിവിറ്റി പദ്ധതിയാണ് ജിഡ ചെയ്തത്. ഇപ്പോൾ ആ മൂലമ്പള്ളി പിഴല പാലത്തിൽ നിന്ന് പിഴലയിലേക്ക് പ്രവേശിക്കുന്നതിന് വളരെ വീതി കുറഞ്ഞ ഇടുങ്ങിയ 2.5-3 മീറ്റർ വീതിയുള്ള പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റ് റോഡാണ് ഉണ്ടായിരുന്നത്. ആ റോഡ് ഇപ്പോൾ 9 മീറ്റർ വീതിയിൽ മനോഹരമായ നടപ്പാതകളോടും കൈവരികളോടും കൂടി നമ്മളിപ്പോൾ പുനർനിർമ്മിക്കുകയാണ്. അത് ഇരുവശത്തും പൊക്കാളി പാടങ്ങളായിരുന്നു. പാടങ്ങൾ നികത്തി കോക്കനട്ട് പൈലിംഗ് ഏകദേശം 18,000 മീറ്ററിലധികം തെങ്ങും കുറ്റികൾ പൈല് ചെയ്തു. CRZ അനുമതി വാങ്ങി ഭൂമി ഏറ്റെടുത്തു. അപ്പോൾ ഈ റോഡ് 9 മീറ്റർ ആവുന്നതോടുകൂടി പിഴലയിലേക്ക് വളരെ വീതിയുള്ളത് മനോഹരമായ ഒരു കവാടം ആണ് ഇപ്പോൾ തുറന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. പിഴല ചേന്നൂർ പാലം, വല്ലാർപാടം ദ്വീപ്, വൈപ്പിൻ മുനമ്പം തീരസംരക്ഷണം, കാർബൺ ന്യൂട്രൽ ഗോശ്രീ പരിസ്ഥിതി സംരക്ഷണ പദ്ധതി എന്നിങ്ങനെ 6 പദ്ധതികളാണ് പുതിയതായി ജിഡ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതെന്ന് സെക്രട്ടറി രഘുരാമൻ പറഞ്ഞു. നിലവിൽ ജിഡ 358 കോടിയുടെ പദ്ധതികൾ പൂർത്തിയാക്കി. പുതിയതായി 350 കോടിയുടെ പദ്ധതികൾക്ക് ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി അംഗീകാരം നൽകുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.